ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കയിറച്ചി തോരനാണ്. കക്കയിറച്ചിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് നല്ലതാണ്. നല്ല കാൽസ്യം ഉള്ളൊരു വിഭവമാണ് നമുക്ക് കക്കയിറച്ചി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ വളരെ ഉപകാരമാണ്. ഇതിനു മുമ്പ് ഞാനൊരു കക്കയിറച്ചി റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ട്. അതും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കക്കയിറച്ചി തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് കക്കയിറച്ചി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ കക്കയിറച്ചി ഈ വെള്ളത്തിലിട്ട് വേവിക്കത്തില്ല. ഒരു പ്രാവശ്യം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം അങ്ങ് കളയാവുന്നതാണ്. അതിനടുത്ത് 2 കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് തോരൻ തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തിളപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്തിട്ട് വേവിക്കാൻ പാടില്ല. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കോരി മാറ്റിയേക്കണം. എന്നിട്ട് ആ ബാക്കി വരുന്ന വെള്ളം ഇതിൻ്റെ അഴുക്ക് വെള്ളമാണ്, അത് നമുക്ക് ഉപയോഗിക്കേണ്ട. അതിലാണ് നമ്മൾ ഈ കക്കയിറച്ചിയുടെ അഴുക്കും ആ ഒരു വല്ലാത്തൊരു മണമൊക്കെ ഉള്ളത്. അത് കളഞ്ഞു കഴിഞ്ഞാൽ ആണ് നമുക്ക് കറി ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് എല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ഉള്ളി. നമുക്ക് ആവശ്യത്തിന് നമ്മൾ എന്തോരം കക്കയിറച്ചിയാണ് എടുക്കുന്നത് അതനുസരിച്ച് ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം. പക്ഷേ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. കഴിവതും ഉള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഉള്ളി ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് ഇനി കുറച്ച് 2-3 കഷ്ണം വെളുത്തുള്ളിയുടെ അളവ് വളരെ കുറച്ച് അളവിൽ മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് മതി വെളിച്ചെണ്ണയുള്ള ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളമാണോ എരിവ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2-3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ചേർത്ത്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 അതിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ അളവിന് നമുക്ക് എന്തോരാണ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം കൂടെ. ജീരകം എന്ന് വെച്ചാൽ പെരിഞ്ജീരകവും കുരുമുളകും. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇത് അരഞ്ഞു പോകാൻ പാടില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെ വെക്കുന്ന. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഈ മുളകിൻ്റെയൊക്കെ നിറം നന്നായിട്ട് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല. നമുക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഈ തേങ്ങയുടെയും ആ മഞ്ഞളിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങ കരിഞ്ഞു പോകും. നന്നായിട്ടിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ആ അരപ്പിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവസാനം നോക്കിയിട്ട് ഒന്നുകൂടി ഇട്ട് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ഇനി ഇതിലേക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കക്കയിറച്ചിയൊക്കെ നേരത്തെ നമ്മൾ വെള്ളത്തിൽ തിളയ്ക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് വേകും. ബാക്കി നമ്മുടെ അരപ്പിനകത്ത് കൂടെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി വേകാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ നമുക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചാറായി കഴിഞ്ഞാൽ നമ്മുടെ കക്കയിറച്ചി ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റും കൂടെ വേവിക്കാം. ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തീ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ പറ്റിപ്പോയിട്ട് നമ്മുടെ കക്കയിറച്ചി അടുക്കി പിടിക്കും.
ഞാനിവിടെ ഇത് കക്കറച്ചി തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്ത് കണ്ട നല്ല അടിപൊളി മഴയാണ്. ഈ മഴയും കൊണ്ടുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കക്കറച്ചി തോരനൊക്കെ റെഡിയാക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ദേ നമ്മുടെ കക്കറച്ചി തോരനിലെ വെള്ളമൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് കക്കറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് റെഡിയാണ്. നമുക്കിനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് കുഴഞ്ഞല്ലേ ഇരിക്കുന്നത്. ഇനി ഇച്ചിരി നേരം നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൊരിയിച്ചെടുക്കണം. മൊരിയിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കക്കറച്ചിൽ നല്ലൊരു ടേസ്റ്റ് ആകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതിൽ നല്ലത് ഒന്ന് മൊരിയിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തായാലും ഇത് ഇറച്ചിയാണല്ലോ, അപ്പോൾ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കാൻ നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ കക്കറച്ചി ചേർക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ടിരുന്ന കുടമ്പുളി എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ കക്കറച്ചിൽ കുടമ്പുളിയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ പിന്നെ വയറിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടമ്പുളി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കണം, ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ നാളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കറച്ചി തോരൻ റെഡിയാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതായിട്ടാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ കക്കറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കക്കറച്ചിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല തോരൻ വെക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിനും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.